ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. മനുഷ്യരാശിക്ക് ഏറെ വെല്ലുവിളി ഉയർത്തുന്ന ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും ഫിജിയും യോജിച്ചു പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫിജി പ്രധാനമന്ത്രി സിറ്റിവേനി റബൂക്കയുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ന്യൂഡൽഹിയിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ സുരക്ഷയിലും ഡാറ്റാ സംരക്ഷണത്തിലും ഇന്ത്യയും ഫിജിയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആരോഗ്യ സംരക്ഷണം, കൃഷി, ശേഷി വികസനം തുടങ്ങി വിവിധ മേഖലകളിൽ 9 ധാരണാപത്രങ്ങളിലും ഇന്ത്യയും ഫിജിയും ഒപ്പുവച്ചു. കർഷകരുടെയും ചെറുകിട സംരംഭകരുടെയും താൽപര്യങ്ങൾക്കാണ് രാജ്യം പ്രഥമ പരിഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും മാന്യമായ ജീവിതം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും അഹമ്മദാബാദിൽ 5400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി സംസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രിക്ക് ആവേശകരമായ വരവേൽപ്പാണ് ഗുജറാത്ത് ജനത ഒരുക്കിയത്. ഭീകരവാദികൾക്കെതിരെ രാജ്യം വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് 500 രൂപ വർദ്ധിപ്പിച്ചു. ഇത്തവണ 4500 രൂപ ബോണസ് ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവ ബത്ത 2750 രൂപയിൽ നിന്നും 3000 രൂപയാക്കി ഉയർത്തിയതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ബത്ത 250 രൂപ വർദ്ധിപ്പിച്ച് 1250 രൂപയാക്കി. എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20,000 രൂപ അനുവദിക്കും. പാർട്ട് ടൈം കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് അഡ്വാൻസ് 6000 രൂപയാണ്. കഴിഞ്ഞ വർഷം ഉത്സവ ബത്ത ലഭിച്ച കരാർ, സ്കീം തൊഴിലാളികൾക്കുൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും 250 രൂപ വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാതൃകാപരമായ വിപണി ഇടപെടലിലൂടെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ സംസ്ഥാനത്തിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സപ്ലൈകോയുടെ വിപണി ഇടപെടലാണ് അതിലേറ്റവും പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഓണക്കാലത്ത് 250 കോടിയിൽ കുറയാത്ത വിറ്റുവരവാണ് സപ്ലൈകോയിലൂടെ പ്രതീക്ഷിക്കുന്നതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. ജില്ലാ കേന്ദ്രങ്ങളിൽ 10 ദിവസം നീളുന്ന ഓണം മെഗാ ഫെയറുകളും 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 ദിവസത്തെ ഫെയറുകളുമാണ് ഇക്കുറി സപ്ലൈകോ ഒരുക്കുന്നത്. സഹകരണ വകുപ്പിന്റെ ഓണം വിപണികളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നാളെ നിർവഹിക്കും. കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ 1800 സഹകരണ ഓണച്ചന്തകളാണ് സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കുക. സംസ്ഥാന സർക്കാർ AAY റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നൽകുന്ന സൌജന്യ ഓണക്കറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പഞ്ചസാര, വെളിച്ചെണ്ണ, തുവരപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, വൻപയർ, കശുവണ്ടി, മിൽമ നെയ്, ഗോൾഡൻ ടീ, പായസം മിക്സ്, സാമ്പാർ പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് തുടങ്ങിയ 14 ഇനം അവശ്യവസ്തുക്കളടങ്ങിയ ഓണക്കിറ്റാണ് വിതരണം ചെയ്യുന്നത്. ഓണത്തിന് മുൻപ് മുഴുവൻ AAY കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും കിറ്റ് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. ഓണാഘോഷങ്ങളുടെ പൂവിളി ഉയർത്തി പൊന്നിൻ ചിങ്ങമാസത്തിലെ അത്തം നാളെ. അത്തച്ചമയ ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തൃപ്പൂണിത്തുറയിൽ പൂർത്തിയായി. നാടെങ്ങും പൂവിപണിയും സജീവമാണ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികളോട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് ജലമാണ് ജീവൻ ക്യാമ്പയിന് രൂപം നൽകാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഇതിനോടനുബന്ധിച്ച് ഈ മാസം 30, 31 തീയതികളിൽ സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യാനും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും വാട്ടർ ടാങ്കുകൾ വൃത്തിയാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം. ഇതുവഴി അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയും. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും പ്രദേശത്തെ ജലസ്രോതസ് വൃത്തിയാക്കലും ഉൾപ്പെടെയുള്ള തുടർ പ്രവർത്തനങ്ങളും ഇതോടൊപ്പം ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഈ മാസം 28 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസിനെതിരെ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് 8 വിക്കറ്റ് ജയം. 145 റൺസ് പിന്തുടർന്ന കൊല്ലം 14.1 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. മറ്റൊരു മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസ് ആലപ്പി റിപ്പിൾസിനെ നേരിടുകയാണ്.
ടോസ് നേടിയ ആലപ്പി ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. മൻ കി ബാത്തിന്റെ 125-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 20 വരെ പങ്കുവയ്ക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.